ഇന്നലെ വൈകിട്ട് നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകൾക്ക് അനക്കമുണ്ടായിരുന്നു. മുറിയിൽ അദ്ദേഹത്തെ അവശനിലയിൽ കണ്ടെത്തിയ ശേഷം അതിവേഗം ചോറ്റാനിക്കരയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയോടെ തന്നെ എറണാകുളത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്കും മൃതദേഹം എത്തിച്ചു. രാത്രി വൈകിയും ദിലീപും കലാഭവൻ ഷാജോണുമടക്കം ചെറുതും വലുതുമായ നൂറുകണക്കിന് താരങ്ങളാണ് നവാസിനെ ഒരു നോക്ക് കാണാൻ ആശുപത്രി മുറ്റത്തേക്ക് ഓടിയെത്തിയത്. തുടർന്ന് മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്താനും തീരുമാനിച്ചിരുന്നു. രാവിലെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ മോർച്ചറിക്കുള്ളിൽ നടക്കവേ ഉള്ളുലഞ്ഞാണ് ചേട്ടൻ നിയാസ് ബക്കർ മോർച്ചറിക്ക് മുന്നിൽ നിന്നത്. താങ്ങായി സുഹൃത്തുക്കളെല്ലാം ഒപ്പമുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഏറെ വൈകിയും അദ്ദേഹം ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ചോറ്റാനിക്കരയിൽ നിന്നും എറണാകുളത്തെ ആശുപത്രിയിലേക്ക് എത്തിയ നിയാസ് അനുജനെ മോർച്ചറിയിൽ കിടത്തി വീട്ടിലേക്ക് പോയത് നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ്. തുടർന്ന് അതിരാവിലെ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. മരണമെന്ന സത്യത്തെ അദ്ദേഹം ഉൾക്കൊണ്ടെങ്കിലും തനിക്ക് താങ്ങായി ഇനി അനിയനില്ല എന്ന വേദന മറച്ചുവെക്കുവാൻ അദ്ദേഹം ഏറെ പാടുപെടുകയും ചെയ്യുന്നുണ്ട്. ആ കാഴ്ചകളാണ് ആശുപത്രി മുറ്റത്തു നിന്നും കാണാനും സാധിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.